സംസ്ഥാനത്തെ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ സർക്കാർ കർശനമായി നടപടിയെടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്നൊരു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്. മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരായ നടപടി എന്ന് പറയുമ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ സർക്കാർ കർക്കശമായ നടപടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മുസ്ലിം തീവ്രവാദത്തെ സഹായിക്കാൻ കള്ളക്കടത്ത് സംഘങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നും അവയ്ക്ക് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. ഇത്തരമൊരു ഗുരുതരമായ ആരോപണം മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന പിണറായി വിജയൻ, അതിൻ്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന പിണറായി വിജയൻ, അതിന് എന്തു തെളിവുകളാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെക്കുന്നത്? പോലീസ് എഴുതി കൊടുക്കുന്നവ അതുപോലെ വായിക്കുകയാണോ പിണറായി വിജയൻ? അതോ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കുബുദ്ധിയാണോ നമ്മൾ ഈ കാണുന്നത്? വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ കൊടിയെടുത്ത് പിടിക്കുകയാണോ പിണറായി വിജയൻ? മലപ്പുറത്ത് പോലീസ് പിടിച്ച സ്വർണത്തിൻ്റെ കണക്ക് പറയുന്ന പിണറായി വിജയൻ, കസ്റ്റംസുകാർക്ക് കിട്ടുന്ന വിവരങ്ങൾ അതെങ്ങനെ അതേപടി പോലീസിന് കിട്ടുന്നു, പോലീസ് അതേപടി ആളുകളെ എങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അതിലെ സ്വർണം എങ്ങനെ മിച്ചം നഷ്ടമാവുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വിമുഖനാവുന്നത് എന്തുകൊണ്ടാണ്? അൻവറിനെ തീവ്രവാദിയാക്കിയാൽ, അൻവറിനെ മതവാദിയാക്കിയാൽ അൻവർ ഉന്നയിച്ച ചോദ്യത്തിലെ അടിസ്ഥാന മെറിറ്റ് ഇല്ലാതെയാകുമോ? ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ CPIM-ൽ നിന്ന്, ഒപ്പം P.K. നവാസ് മുസ്ലിം ലീഗിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം നവാസ്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം പോലീസിൻ്റെ സ്ക്രിപ്റ്റ് അതേപടി വായിക്കുന്നയാളാണ് എന്ന ആക്ഷേപം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ വാദമുള്ളത് പോലീസിനാണ്. നോക്കൂ, മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചു വലിയ തോതിലുള്ള കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഹവാലയും നടക്കുന്നു. ആ ഹവാല ഇടപാടുകാർ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടാണ്, അസ്വസ്ഥരായതുകൊണ്ടാണ് അൻവർ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് എന്നത് M.R. അജിത് കുമാറിൻ്റെ വാദമാണ്. മുഖ്യമന്ത്രി അത് ആവർത്തിക്കുകയാണ്. എൻ്റെ ചോദ്യം, ഇത് പോലീസിൻ്റെ സ്ക്രിപ്റ്റ് നിഷ്കളങ്കമായി വായിക്കുകയാണോ പിണറായി വിജയൻ? അതോ പിണറായി വിജയന് ഈ മലപ്പുറം പറച്ചിലിനകത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയുണ്ടോ? അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനാണോ സംസാരിക്കുന്നത്? ആദ്യമായി ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം വരുന്നത് രണ്ടാഴ്ച മുൻപാണ്. 21 ശനിയാഴ്ചയാണ് ആദ്യത്തെ പ്രതികരണം വരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഏകദേശം 120 കിലോ സ്വർണം മലപ്പുറത്ത് നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്, മലപ്പുറത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നമ്മൾ അത് തന്നെ പരിശോധിച്ചാൽ മലപ്പുറത്ത് എങ്ങനെയാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു. കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് 6 ജില്ലകളിലെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടേണ്ട സ്വർണം കസ്റ്റംസ് കേസുകളായി മാറുന്നതിന് പകരം അത് കരിപ്പൂർ സ്റ്റേഷനിലെയും കൊണ്ടോട്ടി സ്റ്റേഷനിലെയും FIR എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആര് ശ്രമിക്കുന്നു? പോലീസും കസ്റ്റംസും ഈ സംഘവും ചേർന്നുള്ള ഈ നെക്സസ് ശ്രമിക്കുന്നു എന്ന് നിരന്തരമായി നമ്മൾ ഉന്നയിക്കുന്നതാണ്. ആ കണക്കുകൾ വെച്ച് മുഖ്യമന്ത്രി ഈ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചൊരു കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കണക്ക് വായിക്കുമ്പോൾ, അത് നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ശ്രീ നിഷാദ്. അത് നിഷ്കളങ്കമല്ല, അത് ആസൂത്രിതമായി അദ്ദേഹം വായിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, അത് കഴിഞ്ഞ് ഒന്നുകൂടി കടന്നുകൊണ്ടാണെന്ന് ഹിന്ദു ദിനപത്രത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള വാർത്ത. അദ്ദേഹം അന്ന് തന്നെ ഈ പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ സ്വാഭാവികമായ ന്യൂസ് അവർ ചർച്ചകളിലൊക്കെ അതിനെതിരെ പ്രതിഷേധം ഉയർന്നതാണ്. അത് നമ്മൾ വിചാരിച്ച് 2 മണിക്കൂറുള്ള ഒരു നീണ്ട പത്രസമ്മേളനത്തിനിടയിൽ അദ്ദേഹത്തിന് സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചതാകും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിന് കൊടുക്കുമ്പോൾ ഒരു കടന്നു പറയാണ്, ആ സ്വർണ്ണങ്ങൾ, ഏത് സ്വർണം? ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ പരാമർശിക്കപ്പെട്ട സ്വർണ്ണങ്ങൾ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ഈ വാചകങ്ങളും ഈ നിലപാടുകളും കൃത്യമായി അജണ്ട നിശ്ചയിച്ച് മലപ്പുറത്തെയോ അല്ലെങ്കിൽ മലപ്പുറം പ്രതിനിധീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെയോ മോശമായി ചിത്രീകരിക്കാനും, കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന് വോട്ട് ചോർച്ചയുണ്ടായ കാരണത്തിന് ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രതിയാക്കി ആ സമുദായത്തെ വിമർശിക്കുകയോ ആ സമുദായത്തിനെതിരെ പറയുകയോ ചെയ്താൽ മറ്റു ജനവിഭാഗത്തിൻ്റെ കയ്യടി കിട്ടുമെന്ന് പറയുന്ന ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഒന്നാമതായി. രണ്ടാമതായി, അൻവറും CPM-ഉം തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. അതിന് മലപ്പുറത്തെ ജനത എന്തിനു പഴിച്ചു? മലപ്പുറത്തെ ജനങ്ങൾ എന്താണ് അതിൽ തെറ്റ് ചെയ്തത്? മലപ്പുറത്തെ മാത്രം കേന്ദ്രീകൃതമാക്കി ഇവർ നടത്തുന്ന പ്രസ്താവന ആദ്യമായി ഉണ്ടായതല്ല. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ കേന്ദ്രീകരിച്ച് മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറുമായി ഒരേ സമുദായത്തിലെ 2 ആളുകൾ വന്നപ്പോൾ അവിടെ താലിബാൻ ഭരണം നടക്കുന്നു എന്ന് വിജയരാഘവൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. മലപ്പുറത്തെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ വലിയ വിജയം നേടിയപ്പോൾ, അവർ എഞ്ചിനീയറിംഗ് വലിയ വിജയം നേടിയപ്പോൾ കോപ്പി അടിച്ച് ജയിക്കുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. ഗെയിൽ സമരം, കേരളത്തിൽ എല്ലായിടത്തും ഗെയിൽ സമരം നടക്കുമ്പോൾ ഈ മലപ്പുറത്തെ ഗെയിൽ സമരത്തിൻ്റെ ഒരു സമരത്തെ മാത്രം കാണിച്ച് വർഗീയതയുടെ ചാപ്പ കുത്തിയത് നമ്മൾ മറന്നുപോയിട്ടില്ല. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ അത് എഴുതി വന്നതും നമ്മൾ വായിച്ചതാണ്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സമരം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടക്കുമ്പോൾ മലപ്പുറത്ത് തീവ്രവാദികളുടെ സമരമാണ് എന്ന് CPM പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്ന് വെച്ചാൽ
ആദ്യമായിട്ടല്ല മലപ്പുറം ഫോബിയയുമായി ബന്ധപ്പെട്ട് ഒരു CPM നേതാവിൽ നിന്നൊരു പ്രസ്താവന വരുന്നത്. ഇത് നിരന്തരമായി വരികയാണ്. ഞങ്ങൾ പറയുന്നത് ഇത് പരിശോധിക്കപ്പെടാൻ CPM നേതൃത്വം തയ്യാറാകണം. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്നു? നമുക്കറിയാം, അംബേദ്കറിന്റെ വാചകം നമ്മുടെ മുമ്പിലുണ്ട്. സവർണ്ണ മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സവർണ്ണ മനസ്സുള്ള സഖാക്കളാണോ ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുന്നത്, ഇത്തരം പരാമർശം നടത്തുന്നത്? ഇനി സഖാവ് പിണറായി വിജയനിലേക്ക് തന്നെ വന്നാൽ, പിണറായി ഇന്ന് പറഞ്ഞ വാചകം മാത്രമല്ലല്ലോ, നമുക്കറിയാം ആലുവ റിപ്പബ്ലിക് എന്നൊരിക്കൽ പിണറായി ഒരു പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആലുവ റിപ്പബ്ലിക്. നവാസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇത് ആസൂത്രിതമായി തന്നെ പറയുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ടിനെ മുൻനിർത്തിക്കൊണ്ട് വേറെ ഒരു ധ്രുവീകരണം പ്ലാൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ വാദവും ആരോപണവും. ഞാൻ പറയാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ മുഖ്യമന്ത്രി പറയുന്ന കാര്യം, മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുമ്പോൾ ഞങ്ങളെ മുസ്ലിം വിരുദ്ധരാക്കുന്നു എന്നാണ്. രണ്ടാമത്തേത്, മലപ്പുറത്തെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട്. ചോദ്യത്തിൽ ഞാൻ ഇടപെടട്ടെ. മലപ്പുറത്തെ കള്ളക്കടത്ത് സംഘം എന്ന വാചകം തന്നെ തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കരുത്. എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് അക്കാര്യത്തിലുള്ള മറുപടി കൂടി അദ്ദേഹം പറയട്ടെ. ഞാൻ ചോദിക്കുന്നത്, ശ്രീ KS അരുൺകുമാർ, ഈ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന സംഘങ്ങൾ എന്താണ്? ഈ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് അദ്ദേഹം പറയുന്ന ഈ ശക്തികൾ ഏതാണ്? ഇവിടെ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് അദ്ദേഹം ഉപയോഗിച്ചത് കൃത്യമായി ഇവിടെ നിങ്ങൾ ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ ഇന്ന വിമാനത്താവളം, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഏത് വിമാനത്താവളമാണ് ഉള്ളത്, അവിടെ 150 കിലോ സ്വർണം പിടിച്ചു, അതുപോലെ ഹവാല പണം പിടിച്ചു. അത്തരത്തിൽ ഒരു സ്വർണം നിയമവിരുദ്ധമായി കൊണ്ടുവരുന്നത് തന്നെ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹ കുറ്റം സ്വർണം ഉപയോഗിക്കുന്നത് തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ്. അത് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന രൂപത്തിൽ അതൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും ജില്ലയിലെ ഈ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചെറിയ വാക്കുകളല്ല. പിന്നെ നിയമം ലംഘിക്കുന്നതിനെ എല്ലാം രാജ്യവിരുദ്ധം എന്ന് വിളിക്കാമെങ്കിൽ നിയമം ലംഘിക്കുന്ന ഒരുപാട് കേസുകൾ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ട് സമരങ്ങൾ പോലും ചെയ്യുന്നവരാണ് നിങ്ങൾ. എല്ലാ നിയമലംഘനങ്ങളെയും രാജ്യവിരുദ്ധം എന്ന് വിളിക്കുന്ന ഒരു നിലപാട് CPIM ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ. രണ്ടാമത്തേത്, അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്, കള്ളക്കടത്ത് പണം എന്തിനു ഉപയോഗിക്കുന്നു? രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇത് രണ്ടിനുമുള്ള എവിഡൻസ് എവിടെ എന്ന് പറഞ്ഞിട്ടല്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കേരളത്തോട് ഈ ഈ ഈ വാചാടോപം നടത്താൻ പറ്റുക? അല്ല, ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഒരു പ്രസ്താവന നടത്തുന്നത് തെളിവുകൾ നിരത്തിയിട്ടല്ലല്ലോ. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന നടത്തും. തെളിവുകൾ ഹാജരാക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഹാജരാക്കും. ഇപ്പോ ഏറ്റവും കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ട സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഡേറ്റ പറയൂ. ഡേറ്റ ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഏത് കള്ളക്കടത്ത് സംഘത്തെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നതിന്റെ പേരിൽ കൂടി ഇവിടെ FIR ഉള്ളത്? ഏറ്റവും അവസാനം നമുക്കറിയാവുന്ന തിരുവനന്തപുരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇവിടെ NIA വന്നൊരു കേസ് ഇട്ടിട്ട് അതിലൊരു തെളിവ് സമാഹരിക്കാൻ കഴിയാതെ സകലരും പുറത്തിറങ്ങിപ്പോയ കേസാണ് അവസാനത്തെ നമ്മുടെ ഓർമ്മയിലുള്ളത്. ഒരു പ്രസിഡൻസും നമ്മുടെ മുമ്പിലില്ലാതിരിക്കെ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് മലപ്പുറത്തെ കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നതിന് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പോലീസ് കേസിന്റെ കോടതി ഉത്തരവിന്റെ ബലം മുഖ്യമന്ത്രിയുടെ ആ വാദത്തിനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയാം. ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന ഒരു വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വിമാനത്താവളമാണ്. പക്ഷേ അതിന്റെ വാർത്ത വരുമ്പോൾ നമ്മൾ ഇന്ന വിമാനത്താവളത്തിൽ പിടിച്ചു എന്നല്ല, ഗുജറാത്തിൽ ഇത്ര സ്വർണം പിടിച്ചു എന്നതാണ്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വന്ന ഒരു തുറമുഖം ഗുജറാത്തിലെ തുറമുഖം. ജില്ലയുടെ പേര് പറയുന്ന പ്രശ്നം. താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. താങ്കൾ പറഞ്ഞു അഹമ്മദാബാദിൽ, അല്ലല്ല ഞാൻ പറയാം. അല്ല, താങ്കൾ പറഞ്ഞു അഹമ്മദാബാദിൽ പിടിച്ചാൽ അഹമ്മദാബാദിൽ എന്ന് പറയില്ലോ, ഗുജറാത്തിൽ എന്ന് പറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് പിടിച്ചാൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഗുജറാത്തിൽ പിടിച്ചാലും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പിടിച്ചപ്പോൾ അഹമ്മദാബാദ് എന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിലാണ് മുംബൈയിൽ വലിയ കള്ളക്കടത്ത് പിടിച്ചപ്പോൾ മുംബൈയിൽ എന്ന് പറഞ്ഞു. ഈ മുംബൈയിലെ ഛത്രപതി ശിവജി വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചു എന്ന് പറയാറില്ല. പല കേസുകൾ ഒരു വിക്ടിമിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലപ്രദേശം, ഇപ്പൊ സൂര്യനെല്ലി കേസ്, കിളിരൂർ കേസ്, കവിയൂർ കേസ് പ്രദേശം വെച്ചറിയപ്പെടും. ചില ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഉപയോഗിക്കും. ഇവിടെ അവിടുത്തെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കിലോ സ്വർണം, ഇത്ര രൂപ ഹവാല പണം,
അത് ഇന്ന ജില്ലയിൽ എന്ന് സൂചിപ്പിച്ചത് ആ ജില്ലയിലെ ഇല്ല, ഞാൻ അതിലേക്കല്ല, ആ തർക്കത്തിലേക്ക് എനിക്ക് രണ്ടാമതേ വരാൻ താല്പര്യമുള്ളൂ. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ ആദ്യം ഈ ചർച്ചയിൽ ആദ്യം മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്. ഈ പിടിക്കപ്പെട്ട പണം മലപ്പുറം ജില്ലയിൽ മാത്രം പിടിക്കപ്പെടുന്നതല്ല, തിരുവനന്തപുരത്തും എറണാകുളത്തും ഡൽഹിയിലും എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ്? മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കള്ളപ്പണം ഉപയോഗിക്കുന്നു, സ്വർണം കടത്തിയ കാശ് ഉപയോഗിക്കുന്നു. അതിന്റെ ഡേറ്റ എവിടെ എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ പേരിൽ എടുത്ത പോലീസ് കേസ്, NIA കേസ്, UAPA കേസ്, അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കോടതി നടപടികൾ, വിധികൾ, അങ്ങനെ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറ. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് മലപ്പുറത്തെ പണം മാത്രം ഉപയോഗിക്കുന്നതിന്റെ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം മുതൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് നടത്തിയത് മുതൽ പാനായിക്കുളത്തും അതുപോലെ വാഗമണിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് നടത്തിയത് മുതൽ പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലടക്കം പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നിരവധി കള്ളപ്പണം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി. ഇനി മലപ്പുറത്തെ കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ, എന്റെ ചോദ്യം ഇതാണ്. മലപ്പുറത്തെ കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ടവർ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടവർ അവർ എത്ര പേർ രാജ്യവിരുദ്ധ സംഘങ്ങളുമായി കണക്റ്റഡ് ആണ് എന്ന പേരിൽ അകത്തു പോയിട്ടുണ്ട്? ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്ര കിലോ സ്വർണവും ഇത്ര ഹവാല പണവും. അല്ല, അതൊക്കെ വേറെ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞു എന്നുകൊണ്ട് കൃത്യമാവില്ല. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ അവിടെ കൈവെട്ട് കേസ്, ഇവിടെ ഈ കേസ്, ഇതിലെല്ലാം കള്ളപ്പണം. അല്ല, നിങ്ങൾ ഇത് പറയൂ. നിങ്ങൾ എന്തിനാ അവിടെ കൈവെട്ട് കേസിൽ പോയിട്ടുണ്ട്? ഇവിടെ എന്റെ ചോദ്യം അതല്ല. മലപ്പുറത്ത് ഇത്ര കേസ് പിടിക്കപ്പെട്ടല്ലോ. ആ പിടിക്കപ്പെട്ട കേസിൽ എത്ര എണ്ണം അതിലെത്ര പ്രതികൾ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട് എന്നതിന് പേരിൽ സീരിയസ് ഒഫൻസ് എടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്, കോടതി വിധികൾ വന്നിട്ടുണ്ട്. കുറെ 5 വർഷമായല്ലോ നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. 5 വർഷമായി മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ്. അതിലെല്ലാ എയർപോർട്ടുകളിലേതും പോലെ കള്ളപ്പണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്തിനോ കേസുകളുണ്ട്. അതിൽ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുള്ളതിന്റെ പേരിൽ സ്പെഷ്യൽ ചാർജും FIR-ഉം കോടതി വിധിയുള്ള ഒരു കേസ് പറയണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി എന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞവരെ താങ്കൾ ഇടപെടരുത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കുന്നതും അതുപോലെ കള്ളപ്പണം മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുമെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പോകുന്നത്. മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ടുള്ള തെളിവുകളുടെയും എവിഡൻസിന്റെയും അകമ്പടിയോടെയാണ്. ഏത് കേസിലാണ് ആ പണം ഉപയോഗിച്ചത്? അത്തരം ചാനൽ ചർച്ചകളിൽ വന്ന് പറയേണ്ട കാര്യമല്ല. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ട്. ഏത് തെളിവ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് തെളിവ്? ആ തെളിവ് ഹാജരാക്കേണ്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏത് കേസ് പിടിച്ചാലും 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ FIR കൺസേൺഡ് കോടതിയിലെത്തും. അല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യവിരുദ്ധ കേസ് എവിടെയാണ്? രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ട കേസ് എവിടെ? നിങ്ങൾ 4 മുക്കാചക്രത്തിന്റെ സ്വർണം പിടിച്ചാൽ സ്വർണം പിടിച്ചതിന്റെ കേസല്ല ഞാൻ ചോദിക്കുന്നത്. തീവ്രവാദ കേസ് എവിടെ? അല്ലല്ല, അങ്ങനെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ടാവും, മുഖ്യമന്ത്രിക്ക് അതൊക്കെ അറിയാം, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. നമുക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ തീവ്രവാദത്തിന്റെ ജനവിഭാഗത്തിന്റെ അപ്പോസ്തലനാകുമെന്നും വേണ്ട. ഇവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെക്കാനോ? ആ കോടതിയിൽ ബന്ധപ്പെട്ട കേസുകളുണ്ട്. UAPA കേസുകൾ കൈകാര്യം ചെയ്യുന്ന തീവ്രവാദ വിരുദ്ധ കേസുകൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ പറയുന്ന ഏതെങ്കിലും കൊള്ള സംഘം എന്ന് പറയപ്പെടുന്നവർ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെങ്കിൽ അത് എവിടെ? മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇതെല്ലാം കള്ളമാണെന്നല്ല, കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയിലുണ്ട്. എന്റെ ചോദ്യം, നിങ്ങൾ മലപ്പുറത്തെയോ ഡൽഹിയിലോ എവിടെന്നെങ്കിലും കള്ളക്കടത്ത് പിടിച്ചോ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് മാത്രം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് പൈസ കൊടുക്കാനുള്ള ഏർപ്പാടാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ കേസ് വല്ല ഉണ്ടേ പറ, ഏത് കോടതിയിലുണ്ട്? തീവ്രവാദത്തിന് ചാർജ് ഷീറ്റ് ഒരെണ്ണം പറ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുള്ള UAPA ഉള്ള കേസ്, NIA കേസ് ഉള്ളതുകൊണ്ടേ പറ. NIA പറഞ്ഞല്ലോ ഇതിനൊക്കെ. എത്ര സ്വർണ്ണക്കള്ളക്കടത്തുകാർ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ NIA കേസുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രി വെറുതെ ഡയലോഗ് അടിച്ചാൽ പോരല്ലോ. നമ്മുടെ മുമ്പിൽ ഏതൊക്കെ കേസുണ്ട്, ഇതിന് മുഴുവൻ പത്രവാർത്തകൾ പോലും ഉണ്ട്. നിങ്ങൾ പറ, ഏത് കേസാണ് തീവ്രവാദ ബന്ധമുള്ളത്? അല്ല, താങ്കൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇടപെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഏത് ജില്ലയിലായാലും ഇത്തരത്തിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പിടിക്കപ്പെട്ടാൽ
ആ ജില്ലയിൽ ഇത്തരം കേസ് കൈകാര്യം ചെയ്യുന്ന, അതുപോലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൈകാര്യം ചെയ്യുന്ന കോടതിയുണ്ട്. ആ കോടതിയിലാണ് FIR ഹാജരാക്കേണ്ടത്. FIR ഹാജരാക്കുമ്പോൾ അതിന്റെ ജൂരിസ്ഡിക്ഷനുള്ള കോടതി അതിന്റെ വിചാരണ ഘട്ടങ്ങളുമായി പോകും. ഇവിടെ 153 കിലോ സ്വർണം പിടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ ഇൻസിഡന്റിനും ആ രജിസ്റ്റർ ചെയ്ത കേസും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കേസ് ഡയറിയും എല്ലാം അതാത് ജില്ലകളിലെ ജൂരിസ്ഡിക്ഷണൽ കോടതിയിലുണ്ട്. നിങ്ങൾ ഏത് കേസ് നമ്പർ, ഏത് കേസ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് വെച്ച് ക്രൈം നമ്പർ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. ഇത്തരം വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തൂ. നിങ്ങൾക്ക് കേസുണ്ടോ ഇത്രയും സ്വർണം പിടിച്ചില്ല എന്ന്, ഇത്രയും ഹവാല പണം പിടിച്ചില്ല എന്ന് കേസുണ്ടോ? നിങ്ങൾ രാജ്യത്തെല്ലായിടത്തും ഹവാല പണം പിടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മലപ്പുറത്ത് പിടിക്കുന്ന പൈസയെ അല്ലല്ല ഉണ്ട് മലപ്പുറത്ത് പിടിക്കുന്നതിനെ മാത്രം വെറും ഹവാല പണം എന്ന് പറഞ്ഞാൽ അത് ക്ലിക്കാവില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മലപ്പുറത്തെ പണം തീവ്രവാദ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ തെളിവ് വേണം, അതിനിട്ട UAPയുടെ പേപ്പർ വേണം, അതിന് വന്ന NIAയുടെ കണക്ക് വേണം. ഇതൊന്നുമില്ല. ഈ കോടതിയിലുണ്ടെന്ന് പറയുന്നത് കോടതിയിലെല്ലാം ഉണ്ട്. കോടതിയിലുള്ളത് എന്താണ്? ഹവാല പണത്തിന് പിടിച്ചതിന് നിയമപരമായിട്ടുള്ള ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണം കടത്തിയതിന് എന്താണോ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഇടാൻ കഴിയുക അതുണ്ട്. ഞാൻ ചോദിക്കുന്നത് തീവ്രവാദത്തിന് തെളിവെവിടെ എന്നതാണ്. കയ്യിലില്ലാത്ത ഇത് വെച്ചിട്ട് സംഘപരിവാറിൻ്റെത് പോലുള്ള വ്യാജ വർത്തമാനം പറയുന്നതിന് മുൻപ് ഉണ്ടെങ്കിൽ ഒരു തരിമ്പ് കയ്യിലുണ്ടെങ്കിൽ വെക്ക്. നിങ്ങൾ മലപ്പുറത്തെ തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ അതിനെതിരെ 5 വർഷം കൊണ്ടെടുത്ത ആക്ഷന്റെ തെളിവുണ്ടെങ്കിൽ, തരിമ്പുണ്ടെങ്കിൽ വെക്ക്. അത് വയ്ക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഡൽഹിയിൽ ലേഖനത്തിലെ എടുത്തിട്ടാണല്ലോ. അല്ല നിങ്ങൾ അരുണെ ചാപ്പ വെച്ചല്ലോ. ചാപ്പ വെക്കുമ്പോ തെളിവ് വെക്കണ്ടേ? ചാപ്പ മാത്രം വെച്ചാ മതിയോ? മിസ്റ്റർ, നിങ്ങൾ കേൾക്കൂ, മര്യാദ കാണിക്കൂ, ആങ്കർ ആവൂ. നിങ്ങൾ അങ്ങനെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദികളുടെയും ഒരു എന്താ പ്രൊമോട്ടറായി, ഒരു വക്താവായി താങ്കൾ സംസാരിക്കില്ല. മാന്യമായി ഞാൻ പറയുന്നത് കേൾക്കാൻ മര്യാദ ഉണ്ടെങ്കിൽ എല്ലാ തവണയും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. നിങ്ങൾ ഡൽഹിയിൽ വെച്ച ഒരു പത്രത്തിന് കൊടുത്ത ലേഖനത്തിലെ ഒരു ഖണ്ഡിക അടർത്തിയെടുത്തിട്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പൊ ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. ആ വാർത്തയ്ക്ക് എന്താണ് വസ്തുത? വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ഗവൺമെന്റ് സംവിധാനം തന്നെ പുറത്തുവിടേണ്ട സാഹചര്യത്തിൽ പുറത്തുവിടും. ഒരു ലേഖനത്തിൽ തന്നെ എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കിയില്ല? അതൊരു ഖണ്ഡികയിൽ ഒരു വാചകം. അരുൺകുമാർ, ഇവിടെ മലപ്പുറത്ത് പിടിക്കപ്പെട്ട കേസിനകത്ത് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ അത് വലിയ വാർത്തയല്ലേ? ഞാൻ എത്ര കാലമായിട്ട് ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മലപ്പുറത്ത് പിടിക്കപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് തീവ്രവാദ ബന്ധം. അങ്ങനെ ഈ സമീപകാലത്ത് കേട്ട ഒറ്റ കേസാണ്. ഏതാണെന്ന് അറിയാമോ? സ്വപ്ന സുരേഷിന്റെ കേസ്. അതിലെ പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്, രാജ്യവിരുദ്ധ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് NIA പറന്നു വന്നു, കേസിട്ടു, ഒന്നും കിട്ടിയില്ല എന്ന്. അതാണ് നമ്മുടെ അനുഭവം. ആ കേസിൽ മുഴുവൻ പേരും പുറത്തിറങ്ങി, ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങളേത് കേസ് തീവ്രവാദത്തിൽ പിടിച്ചെന്നാണ് ഈ പറയുന്നത്? ഉണ്ടെങ്കിൽ പറ. ഉള്ള കേസൊക്കെ നമുക്കറിയാം. നിങ്ങൾ മാത്രം കണ്ടിട്ടുള്ള, മുഖ്യമന്ത്രിക്കും അരുൺകുമാറിനും മാത്രം അറിയാവുന്ന, ബാക്കി മാലോകർക്കാർക്കും അറിയാത്ത മലപ്പുറത്തെ ഏത് രഹസ്യ തീവ്രവാദ കേസാണ് ഉള്ളത്? ഈ കേരളത്തിലും മലപ്പുറത്തും പിടിച്ച മുഴുവൻ കേസുകളും മീഡിയ വണ്ണിലെ നിഷാദ് റാവൂത്തറിന് അറിയാം എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. മുഖ്യമന്ത്രി പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ അറിഞ്ഞോട്ടെ. ഇപ്പൊ ജനം മനസ്സിലാക്കിയല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ പിടിച്ച മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. ആയിക്കോട്ടെ, ജനം മനസ്സിലാക്കിക്കോട്ടെ. എനിക്കറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ദിനപത്രത്തിൽ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള തെളിവ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അദ്ദേഹം പുറത്തുവിടും, ഗവൺമെന്റ് സംവിധാനം പുറത്തുവിടും. അത് വരുന്നത് വരെ കാത്തിരിക്കുക. പിന്നെ എല്ലാ കേസും താങ്കളോട് ചോദിച്ചിട്ടാണ് മലപ്പുറത്ത് നടക്കുന്നത്. അത് ജനം വിലയിരുത്തിക്കോളും. അതിൽ തീവ്രവാദ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും ജനം വിലയിരുത്തിക്കോളും. ഏതായാലും ഗവൺമെന്റ് സംവിധാനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കില്ല. ഹിന്ദു ദിനപത്രത്തിലൂടെ വന്ന മുഴുവൻ കാര്യങ്ങളും നവാസ് നോക്കൂ, ഇതിനകത്ത് പ്രധാനമന്ത്രിയെ കുറിച്ച് വേണമെങ്കിലും പറയാവുന്ന കാര്യമാണല്ലോ ഇത്. പ്രധാനമന്ത്രി സത്യം മാത്രമേ പറയൂ എന്ന് BJP-ക്കാർ പറഞ്ഞാൽ, ഇങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് വെച്ചാണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പ്രധാനമന്ത്രി ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, അതേക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ട്, അത് ശരിയായിരിക്കും, രാജ്യനന്മയ്ക്കായിരിക്കും, വസ്തുതയായിരിക്കും എന്ന് വെച്ചാൽ ഈ ലോജിക്ക് വെച്ച് സകലതും അംഗീകരിക്കേണ്ടി വരും. സഖാവ് അരുൺകുമാറിന് സഖാവ് പിണറായി വിജയൻ അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. വസ്തുത പറയേണ്ട. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ 2 കാര്യം ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യായിരുന്നു. ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഈ സെപ്റ്റംബറിൽ വന്നൊരു വാർത്തയുണ്ട്. ഗോൾഡ് സ്മഗ്ലിംഗ് അറ്റ് മുംബൈ എയർപോർട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ?
മുംബൈ എയർപോർട്ടിന്റെ പേര് പറയാറില്ല. പോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത ഞാനിപ്പോൾ നോക്കി. ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ആറ്റ് കൊച്ചിൻ എയർപോർട്ടിന്റെ പേര് പറഞ്ഞാണ് ഗോൾഡ് സ്മഗ്ലിംഗ് പറയുന്നത്. നിങ്ങൾ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയുടെ പേര് പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ ഇത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ജില്ലയെ നിങ്ങൾ തീവ്രവാദ വകുപ്പിലേക്ക് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ തീവ്രവാദത്തിന് ചാപ്പ കുത്തി കൊണ്ടുപോവാൻ. മാത്രമല്ല, ഇപ്പോൾ അരുൺകുമാർ ഇവിടെ കുറേ കേസുകളുടെ പേര് പറഞ്ഞു. UAPA ചുമത്തിയ കുറേ കേസുകൾ, കൈവെട്ട് കേസുകൾ, പാനാനിക്കുളത്ത് കേസുകൾ, ഒന്നുപോലും മലപ്പുറം ജില്ലയിലല്ല, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുമല്ല. താങ്കൾ പോലും ഉദാഹരിക്കുന്ന കേസുകൾക്ക് പോലും മലപ്പുറവുമായി ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകാത്ത ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രി വന്നിട്ട് മലപ്പുറം ജില്ലയ്ക്ക് തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തി തരുമ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ തന്നെ ഒരു മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോൾ ഇതുപോലെ വിവാദമായ പരാമർശം നടത്തിയില്ലേ? പിന്നീട് സംഘപരിവാർ ഇന്നും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ അവരുടെ സൈബർ ഹാൻഡിലുകൾ മലപ്പുറം ജില്ലയെ അതിനോട് ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നതിനെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഒരു ഡയലോഗ് പറയുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കൃത്യമായ ബോധ്യം ഉണ്ടാകണം. ഇത് ഇന്ത്യ മുഴുവൻ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലാകുമ്പോൾ രാജ്യം മുഴുവൻ അത് വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ കൃത്യമായ എവിഡൻസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയാൽ ആ ജില്ലയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും, ആ ജില്ല അത്തരത്തിൽ ചാപ്പകുത്തപ്പെടും. വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അതായത് ശരിയാണ്, ഇവിടെ പുറത്തു വരുന്ന സ്വർണത്തിന്റെ പൈസ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ മലപ്പുറത്ത് എയർപോർട്ടുണ്ട്, കരിപ്പൂർ എയർപോർട്ടുണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇവിടെയൊക്കെയും സ്വർണം പിടിക്കുന്നുമുണ്ട്. ഈ കൺസൈൻമെന്റുകൾ അധികവും വന്നത് തിരുവനന്തപുരം വഴിയാണ്, നമുക്ക് ഓർമ്മയുണ്ട്. ഇവയൊന്നും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ലേ? സർക്കാരിന്റെ കണക്ക് പ്രകാരം മലപ്പുറത്തെ ഈ പൈസ മാത്രമേ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നോർമൽ സാധാരണ പാവങ്ങളുടെ കള്ളക്കടത്താണോ? അല്ല, ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, മലപ്പുറത്തെ വിമാനത്താവളം വഴി ഇത്ര കിലോ പിടിച്ചിട്ടുണ്ട്, ഇത്ര ഹവാല പണം പിടിച്ചിട്ടുണ്ട്. മറ്റ് വിമാനത്താവളത്തിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ആ ജില്ല പറഞ്ഞു എന്ന് വെച്ച് ആ ജില്ലയിലെ ആളുകൾ മുഴുവൻ തീവ്രവാദികളാണെന്നോ ജില്ലയിൽ മുഴുവൻ കള്ളക്കടത്തക്കാരാണെന്നോ ഈ ലേഖനം കൊണ്ട് മനസ്സിലാകില്ല. നിങ്ങൾ മീഡിയ വൺ ഇന്ന് രാവിലെ മുതൽ അഭ്യാസം തുടങ്ങിയതാണ്. നിങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച കൊണ്ടുവന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, പൂർത്തിയാക്കൂ, ഞാൻ കേൾക്കട്ടെ. അല്ല, ഇത് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വിളിക്കരുത്. ഇത് മര്യാദകേടാണ്. ഒരു വാക്ക് പറയാൻ സമ്മതിക്കാതെ രണ്ടുപേരും അങ്ങ് നിങ്ങളെല്ലാ ആ മലപ്പുറം ജില്ലയിൽ നടന്ന 8 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 5 കൊല്ലമായിട്ട് നടന്ന മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഞങ്ങൾക്കറിയാം, അതിലൊന്നും ഇത് പെട്ടിട്ടില്ല എന്ന രൂപത്തിൽ എടുക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഇവിടെ ഏതെങ്കിലും ജില്ലയെ കളിയാക്കാനോ ജില്ലയിലെ ജനങ്ങളെ അപകീർത്തിപ്പെടുത്താനോ അല്ല, മറിച്ച് ഇന്ന വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇന്ന ജില്ലയിലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കിലോ സ്വർണം പിടിച്ചിട്ടുണ്ട് സത്യം, ഇത്ര ഹവാല പണം പിടിച്ചിട്ടുണ്ട് സത്യം. ആര് സ്വർണം അനധികൃതമായി കടത്തിയാലും അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, അത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വാചകം മുഴുവൻ കേൾക്കൂ അരുൺകുമാർ. ഞങ്ങൾ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ കർക്കശമായ നടപടിയെടുക്കുമ്പോൾ മുസ്ലിം വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് തൊട്ടുടനെ പറയുന്നത് എന്താണ്? മലപ്പുറത്തെ ഈ എയർപോർട്ടിൽ നിന്ന് ഇത്ര പൈസ പിടിക്കുന്നു, അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് വാചകം. എൻ്റെ ചോദ്യം, കണ്ണൂർ എൻ്റെ താങ്കൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ കണ്ണൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും പിടിക്കുന്ന പൈസയെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നവയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഇല്ല, ഇവിടെ കൃത്യമായി ഈ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ച കണക്കുകൾ വച്ചിട്ട് അത് ചെറിയ അളവായാലും വലിയ അളവായാലും കള്ളമായി സ്വർണം കടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി ഓരോ കേസുകളുടെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വിവരശേഖരണം ഇല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയില്ല. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കണക്കുകൾ വരും. എന്റെ ചോദ്യം എല്ലാ ആരോപണവും പൊളിഞ്ഞു. അല്ല, മറ്റ് എയർപോർട്ടുകളുടെ വരട്ടെ, വരും ദിവസങ്ങളിൽ വരട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്ന മറ്റ് എയർപോർട്ടുകളിലും പിടിക്കപ്പെടുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണോ അല്ലയോ? അല്ല, അതിന്റെ വിവരങ്ങൾ വരുന്ന നിങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നിങ്ങൾക്ക് ഈ വാർത്ത രാവിലെ മീഡിയ വണ്ട് തുടങ്ങിയതാണ്. മുഖ്യമന്ത്രി മലപ്പുറത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് താങ്കൾക്കറിയാം, അതുകൊണ്ടാണ് താങ്കൾക്ക് എറണാകുളം പറയാൻ പറ്റാത്തത്. ജനങ്ങൾക്കൊക്കെ മനസ്സിലായി മുഖ്യമന്ത്രി മലപ്പുറത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് താങ്കൾക്കറിയാം. അതുകൊണ്ട് താങ്കൾക്ക് എറണാകുളത്തെയും താങ്കൾക്ക് തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും പറയാൻ പറ്റില്ല. എനിക്കറിയില്ലല്ലോ, താങ്കൾക്കല്ലേ അറിയാവുന്നത്. താങ്കളാണ് പറഞ്ഞത് കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ള മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ചരിത്രം താങ്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് ആ ഫീൽഡുമായിട്ട് ബന്ധമില്ല. അരുണെ, വളഞ്ഞ വഴിയിലൂടെ ചാപ്പ അടിച്ചാൽ അങ്ങ് നിശബ്ദമാക്കി കളയാം.
അയ്യോ പേടിച്ചിട്ട് ആ ചോദ്യം ഒഴിവാക്കി കളയും എന്നൊന്നും വിചാരിക്കല്ലേ. അത് അരുൺ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറെ സമയമായിട്ട് അവഗണിക്കുകയാണ് താങ്കളുടെ ഈ തന്ത്രം ഞാൻ അവഗണിക്കുകയാണ്. ഞാൻ കുറെ കാലമായി പലയിടത്തായി കേൾക്കുന്നതാണ്. ഇനി അങ്ങനെ ഒരു ചാപ്പ നമുക്കൂടെ അടിച്ചങ്ങ് തന്നാൽ ചില ചോദ്യങ്ങളെ ചോദിക്കാതിരുന്ന് കളയും, അങ്ങോട്ട് പരുവപ്പെട്ടേക്കും എന്ന് വിചാരിക്കല്ലേ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനതിന് തർക്കിക്കാനില്ല. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞോ, എനിക്കൊന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ ചാപ്പയാണെങ്കിൽ അടിച്ചോ, അതാണ് നിങ്ങളുടെ ഡിഫൻസെങ്കിൽ അടിച്ചോ, എനിക്കൊന്നും പറയാനില്ല. എന്റെ ചോദ്യം ഇതാണ്, വീണ്ടും മലപ്പുറത്തെ കുറിച്ചുള്ള ഇതേ കൺസേൺ, ഇതേ പരാതി, ഇതേ ഇൻപുട്സ് നിങ്ങൾക്ക് മറ്റ് ജില്ലകളിലെ എയർപോർട്ടുകളെ കുറിച്ചുണ്ടോ ചോദിക്കുമ്പോൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് ആശയക്കുഴപ്പമാണ്. കാരണം താങ്കൾക്കറിയാം മുഖ്യമന്ത്രിയുടെ ഉന്നം മലപ്പുറമാണ്, അതിൽ കേന്ദ്രീകരിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഉന്നം മലപ്പുറമൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഈ കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റുക. നിങ്ങൾക്ക് ചില ലക്ഷ്യമുണ്ട്. മലപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്ട് സ്വകാര്യ സ്വത്തൊന്നും ആക്കുമൊന്നും വേണ്ട. മലപ്പുറത്തെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമായിട്ടുണ്ട്, കൃത്യമായിട്ട് വിവരവും അറിയാം. കാരണം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണവും ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടി. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മീഡിയ വൺ അതിലേക്ക് കയറ്റി പിടിച്ചു. മാപ്പ് പറഞ്ഞ് കുറെ നാളായിട്ട് മാപ്പ് പറയൽ തന്നെയാണ് കള്ളവാർത്ത, വ്യാജവാർത്ത എല്ലാം നിങ്ങൾ എത്ര ആരോപണം ഞങ്ങൾ കൊണ്ടുവന്ന ഏതാരോപണം? നിങ്ങൾ LDF ഗവൺമെന്റിനെതിരെയും CPM-നെതിരെയും കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് ഇപ്പോ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എത്രയോ ചാനലുകൾ ഇവിടെ മാപ്പ് പറഞ്ഞു പോയി, എത്രയോ ആളുകൾ വാർത്ത പിൻവലിച്ചു പോയി. ഇത്തരത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അൻവറെ കിട്ടി. ആ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ടും 2-3 ദിവസമായിട്ട് വന്ന വാർത്തകളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ തിണ്ണ നിറങ്ങുന്ന ADGP-യുടെ കൈ കഷത്തിലാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ്. എന്നിട്ട് എല്ലാം പൊളിഞ്ഞു. ഏത് പൊളിഞ്ഞു എന്നാണ് നിങ്ങൾ വകഞ്ഞു വാറ്റിക്കുന്നത്? നിങ്ങൾ പൊതിഞ്ഞേ പിടിച്ചിരിക്കുന്ന ഒരാളെ, ആ പ്രശ്നം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ അൻവറിനെ കൂടെ ചീത്ത പറഞ്ഞു അതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വേറെ കാര്യം. പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണ്, എവിടെയും പൊളിഞ്ഞിട്ടില്ല. പൊളിഞ്ഞു എന്ന് സ്ഥാപിക്കാനാണ് ഈ നമ്പർ ഇറക്കുന്നതെങ്കിൽ അത് വിജയിക്കില്ല കേട്ടോ. മലപ്പുറത്തെ 10 തെറി പറഞ്ഞാൽ ഈ ADGP അവിടെ തന്നെ കുടിയിരുത്തി കളയാമെന്നാണെങ്കിൽ ആ ചോദ്യം ഉണ്ടാവും. അത് ബിനോയ് വിശ്വത്തിന് വരെ മനസ്സിലായിട്ടുണ്ട്, ബാക്കി മനസ്സിലാവാൻ ടൈം എടുത്തേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഞാനൊന്ന് വരാമേ അരുൺ, ഇതിനകത്ത് PK നവാസ് മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ അതിന്റെ ഗുരുതര സ്വഭാവമുള്ള തെളിവുകൾ പുറത്തുവിടാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ തീവ്രവാദികൾ കുടുങ്ങും. നിഷാദ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നവർ ഞങ്ങളായിരിക്കും, ഒരു തർക്കമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഇത് പറയുമ്പോൾ തന്നെ ഇന്ന കേസിൽ ഇന്ന കാരണത്താൽ ഇന്ന തുക ഉപയോഗപ്പെടുത്തിയെന്ന് പറയാലോ. ഇത് ആദ്യമായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് വായിക്കാം. ഇത് ടൈംസ് നൗ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഈ വാർത്തയിൽ രാജ്യത്തെ 10 പ്രധാനപ്പെട്ട ക്രൈം സിറ്റികളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ 9ാമത്തെ സിറ്റിയുടെ പേരെന്താണെന്നറിയോ? മലപ്പുറം. എ സിറ്റി ഇൻ കേരള ഹാസ് ഹയസ്റ്റ് ക്രൈം റേറ്റ് 123.1 per 1 lakh peoples, making it place with a lot of case reported crime in the state. എന്ന് വെച്ചാൽ 2023 ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ഈ രാജ്യത്തെ 10 പ്രദേശങ്ങളെക്കുറിച്ച് ടൈംസ് നൗ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് 9ാമത്തെ സ്ഥലത്തിൻ്റെ പേര് മലപ്പുറം എന്നാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം സുജിത് ദാസിനെ കുറിച്ച്. അദ്ദേഹം ഇരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ 40,000 കേസുകൾ 2023 എടുത്തിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈം റേറ്റിൽ 9ാമത്തെ സ്ഥലത്ത് മലപ്പുറം. അതൊരു റിപ്പോർട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അതൊരു റിപ്പോർട്ടാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്താണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പത്രക്കാരെ കണ്ടിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് മലപ്പുറത്ത് വലിയ രൂപത്തിലേക്ക് ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന്റെ പകുതിയിലേറെ കേസും മലപ്പുറം ജില്ലയിലാണ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് അരുൺകുമാറിന് ഒരു അസ്വസ്ഥയും തോന്നാത്ത എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രതിഷേധവും തോന്നാത്തത്? മുഖ്യമന്ത്രി പറഞ്ഞു തിരുത്തണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? ഇതൊക്കെ ഈ കെട്ടിച്ചമക്കപ്പെടുന്ന കേസുകളാണെന്നും കെട്ടിച്ചമക്കപ്പെടുന്ന വിവരങ്ങൾ വെച്ചാണ് ഒരു ജില്ലക്കെതിരെ ഇങ്ങനെ ചാപ്പ കുത്തുന്നതെന്നും നമുക്കറിയാം. പാലക്കാട് ജില്ലയിൽ ആന ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറം ജില്ലയിലാക്കാനാണ് കേന്ദ്രമന്ത്രിക്ക് പോലും വ്യഗ്രതയുണ്ടായത്. അങ്ങനെ ഒരു രാജ്യത്തിനകത്താണ് രാജ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി പോയിട്ട് ഒരു ജില്ലയെക്കുറിച്ച് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും അരുൺകുമാർ. മുഖ്യമന്ത്രി മാന്യനാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഡാറ്റ ഇല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സംസ്ഥാനത്തെ ഒരു ജില്ലക്കെതിരെ വരുന്ന ആരോപണത്തെ, പ്രത്യേകിച്ച് സംഘപരിവാറിന് ഈ ജില്ലയെ ആക്രമിക്കാനുള്ള അവസരങ്ങൾ പറയാൻ പോകുന്നില്ല. അടുത്ത ദിവസം തെളിവ് വരാൻ പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. നവാസ്, ഇപ്പോ എന്താ ഇവിടെ ഇപ്പൊ തീവ്രവാദ കേസുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ നമ്മൾ വാർത്തയിൽ മനസ്സിലാക്കില്ലേ തീവ്രവാദ കേസുകൾ ഉണ്ടെങ്കിൽ. ഇനിയിപ്പോ ഒരു പുതിയ കേസ് ഓക്കെ അല്ല അരുണിന്റെ ക്ലാരിഫിക്കേഷൻ. അല്ല, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ കേസുകളിൽ പകുതിയിലധികം മലപ്പുറത്താണ് എന്ന് ഈ ലേഖനത്തിലെ ഏതു വാചകത്തിലാണ് ലീഗ് പ്രതിനിധി വായിച്ചതെന്ന് കാണിച്ചു തന്നെ. സാർ, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാതെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? കേസുകളിൽ പകുതിയിലധികം മലപ്പുറത്താണെന്ന്
ഏത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? വാർത്ത വെച്ച് ചർച്ച ചെയ്യരുത്. അല്ല സാർ, കണക്കുകൾ പറയാം സാർ. 2022 98 കേസുകൾ, 2023 61 കേസുകൾ, 2024 26 കേസുകൾ. ഞാൻ പറയാം, കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കൂ. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കൂ. അരുൺകുമാർ, ഞാനൊന്ന് പറയട്ടെ. മലപ്പുറത്താണ് എന്നുള്ള വാചകം ഒന്ന് കാണിച്ചു. അരുൺകുമാർ, ഞാനൊന്ന് പറയാം. ആകെ പിടിക്കപ്പെട്ട 148 ഞാൻ പറയാം. ആകെ പിടിക്കപ്പെട്ട 147 നവാസ് ലേഖനത്തില്ലാത്ത കാര്യം പറഞ്ഞു എന്നാണ്. ഞാൻ പറയാം, ലേഖനത്തിലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. കഴിഞ്ഞ ദിവസം 21 സെപ്റ്റംബർ 21 തീയതി മുഖ്യമന്ത്രി കേരളത്തിൽ 2 മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കണക്കുണ്ട്. ആ പറഞ്ഞ കണക്കല്ല 2022 98 കേസ്, 2023 61 കേസ്, 2024 26 കേസ്, ടോട്ടൽ 147.79 ഗോൾഡ് പിടിച്ചതിൽ 120 മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് 2 മണിക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണോ ഈ ലേഖനമാണോ? അല്ലല്ല, ഇത് ഈ വിഷയത്തിൽ തർക്കിച്ച സമയങ്ങളെ ആ അന്നത്തെ 2 മണിക്കൂർ വാർത്താ സമ്മേളനമാണോ ഈ ലേഖനമാണോ? താങ്കൾ പറയുന്നു ലേഖനത്തിൽ കിലോ കണക്ക് പറഞ്ഞിട്ട് 120 കിലോ മലപ്പുറത്താണ് എന്നതിൽ പറയുന്നില്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? പോയിന്റ് പകുതിയിലധികം കേസൊക്കെ മലപ്പുറത്താണെന്ന് മുഖ്യമന്ത്രി ലേഖനത്തിലെ കണക്കുകൾ ആ എക്സാക്ട് വാചകം അതിനകത്തില്ല എന്നുള്ളത് പോയിന്റ് തന്നെയാണ്. അല്ല അരുൺ, അതിനകത്ത് വിശദീകരിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് അൻവർ ഉന്നയിച്ച ഒരു പ്രശ്നം എന്താണ്? ഈ ഡാൻസ് ഓഫ് സ്വർണം പിടിക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആളുകൾ, അവരെ പരിശോധിക്കാൻ പോലീസിന്റെ കയ്യിൽ സ്കാനറോ സംവിധാനമോ ഒന്നുമില്ല. പക്ഷേ ഈ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി അവരെ പിന്തുടരുന്നു, അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിക്കുന്നു. അങ്ങനെ പിടിക്കാനുള്ള പോലീസിനുള്ള ഇൻഫർമേഷൻ എന്താണ്? വ്യാപകമായി പോലീസ് പിടിക്കുന്നു. അപ്പോൾ സ്കാനറിൽ കസ്റ്റംസിന് വിവരം കിട്ടുന്നു, കസ്റ്റംസിന്റെ ആളുകൾ പുറത്തേക്ക് കൊടുക്കുന്നു, പോലീസ് ആളുകളെ നേരെ ചേസ് ചെയ്ത് എവിടെ നിന്ന്, റെസ്റ്റോറൻറ്റിൽ നിന്നും വീട്ടിൽ നിന്നും വഴിവെക്കിൽ നിന്നും ഒക്കെ കൃത്യമായ ആളുകളെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ സ്വർണത്തിൻ്റെ പകുതി അടിച്ചു മാറ്റുന്നു, അതിൽ ഉരുക്കുന്ന തട്ടാൻ കോടാനുകോടികളുടെ വീടുണ്ടാക്കുന്നു. ഇതാണ് ആരോപണം. ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ ശ്രീ അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ചർച്ചയിൽ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞത് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ സ്മഗ്ലിംഗ് കേസുകളിൽ പകുതിയിലധികം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കേസുകളുടെ എണ്ണമാണ്. 2024 സെപ്റ്റംബർ മാസം 21 ശനിയാഴ്ച 2 മണിക്കൂർ നീണ്ടു നിന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും ഈ പത്രത്തിനകത്ത് ഞാൻ പറയാം ഹിന്ദു ദിനപത്രത്തിനകത്ത് ആകെ പിടിച്ച 150 കിലോ ഗോൾഡ് 123 കിലോയും മലപ്പുറം ജില്ലയിലാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞത് കേസുകളുടെ എണ്ണം നവാസ് ലേഖനത്തിലെ കുറിച്ചല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്, അത് പറയൂ. അത് പറഞ്ഞ് തർക്കിച്ച വാർത്താസമ്മേളനത്തെ കുറിച്ചാണ് കേസുകളുടെ എണ്ണം പറയുന്നത്. നവാസിനെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പിൻവലിക്കപ്പെടുന്നു. അദ്ദേഹം പത്രസമ്മേളനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ പത്രത്തിൽ അങ്ങനെ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹം അതിൽ നിൽക്കുന്നില്ല, അതിൽ അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് അവസാനിപ്പിക്കാം. അരുണിന്റെ അടുത്ത പോയിന്റ് പറയും. ശരി, 2024 സെപ്റ്റംബർ മാസം 21 ശനിയാഴ്ച 2 മണിക്കൂർ പത്രത്തിൽ വന്നു പറയുന്നില്ല, പത്രസമ്മേളനത്തിൽ കേസിന് എണ്ണം പറയുന്നു. ശരി ശരി ശരി, അതാണ് ക്ലിയർ. ഇനി അതിൽ നിൽക്കല്ലേ, പോയിന്റിലേക്ക് വരാം, മെറിറ്റിലേക്ക് വരാം. അല്ലല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും അല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ 1ാം ക്ലാസ് നുണ മുഖ്യമന്ത്രി ഹിന്ദുവിനോട് പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു വാചകത്തിലെ ഈ നാക്കുപഴ എടുത്തു കൊണ്ടുവരല്ലേ താങ്കൾ? അതായത് ഒരു പിൻബലവും, വസ്തുതകളുടെ ഒരു പിൻബലവും ഇല്ലാതെ മലപ്പുറത്ത് പിടിക്കുന്നത് മാത്രം തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന സംഘവാചകം ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അതിന് ഉത്തരവില്ല. അതിന് പിറ്റേന്ന് തെളിവ് വന്നോളും. ചാപ്പ അടിക്കുമ്പോൾ തെളിവ് വെക്കുക എന്നുള്ളതാണല്ലോ മര്യാദ. ചാപ്പ അടിച്ചു കഴിഞ്ഞ് അത് ഈ നാട് മുഴുവൻ ഓടിക്കഴിഞ്ഞ് തെളിവായിട്ട് പിന്നെ പേരിൽ മുഖ്യമന്ത്രി വന്നോളും എന്നത് എന്തുമാത്രം വലിയ അനീതിയാണ്, എന്തുമാത്രം വലിയ നിരുത്തരവാദിത്വപരമായ സമീപനമാണെന്ന് അരുൺ സമ്മതിക്കണ്ടേ? താങ്കളുടെ അഭിപ്രായം, ഒരു ലേഖനത്തിൽ പറഞ്ഞ വാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ തന്നെ തെളിവ് അങ്ങ് നിരത്തിക്കോ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിരത്തേണ്ട കോടതിയിൽ നിരത്തേണ്ടോണം നിരത്തിയിട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയി പറഞ്ഞല്ലോ, ഏതെങ്കിലും പിടിച്ച സ്വർണത്തിന്റെ കണക്ക്, പോലീസ് പിടിച്ചതിന്റെ കണക്ക്, പോലീസ് വസ്ത്രം ഒരുക്കിയതിന്റെ കണക്ക്, സകല കണക്കും പറഞ്ഞു. ഇത് മാത്രം പറയില്ല. എന്തുമാത്രം കണക്ക്? കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഓരോ ജില്ലയിൽ പിടിച്ച കണക്ക് എത്ര, വസ്ത്രം ഒരുക്കിയപ്പോൾ കിട്ടിയ മിച്ചം എത്ര, അതിലെത്ര പിടിച്ചു, ഇതെല്ലാം പറഞ്ഞല്ലോ. തീവ്രവാദ കേസിന്റെ കണക്ക് ദാ കൂട്ടത്തിലില്ലേ? പറയാലോ, ഇത്ര തീവ്രവാദ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതില്ലല്ലോ. അങ്ങനെ ഒരു സംഗതി ഇല്ല. മിസ്റ്റർ,
ഇന്നലെ കൊടുത്ത ലേഖനം ഇന്ന് പത്രത്തിൽ വന്നു. അടുത്ത വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ, മീഡിയ വൺ തന്നെ ചോദിച്ചോളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കണക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കുക. എന്റെ കയ്യിൽ ഉത്തരം ഇല്ലാന്നാണ്. അതൊരു മാന്യമായ മറുപടിയായി പരിഗണിക്കാവുന്നതാണ്. താങ്കളുടെ കയ്യിലില്ല, ഞാനത് മനസ്സിലാക്കുന്നു. അല്ല, ഞാൻ ആ മറുപടി അല്ല, എനിക്കറിയില്ല. താങ്കളല്ലേ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് നിങ്ങൾക്കല്ലെന്ന് ആർക്കും അറിയില്ല. നിഷാദിന് അറിയില്ല, നിങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല, കേരളത്തിൽ ആർക്കും അറിയില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉത്തരം. ആ ഉത്തരം എവിടെയാണ് ചോദിക്കുന്നത്? വന്നത് ഞാൻ പൊളിറ്റിക്കൽ ഡിസ്കഷനാണ് വന്നത്, അല്ലാതെ തെളിവ് ഹാജരാക്കാൻ രാഷ്ട്രീയമായ ചോദ്യമാണ് ചോദിച്ചത്. പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അല്ല അരുൺകുമാറെ, പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കേവല വാചാടാപോവല്ല. നമുക്ക് വസ്തുതകളെ മാത്രം മുന്നിൽ വെച്ചിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ജില്ലയുടെ മാത്രം കാര്യം പറയാം, വേറെ ഒരു ജില്ലയുടെ കണക്ക് പറയുന്നില്ല. മലപ്പുറത്തിന്റെ പറയുന്നു, മുസ്ലിം എക്സ്ട്രീമിസം പറയുന്നു, അതിന്റെ കൂടെ ആന്റി നാഷണൽ പറയുന്നു, സംസ്ഥാന വിരുദ്ധത പറയുന്നു. ഇതൊക്കെ ഈ പറയുന്ന കോയിനേജ്, ഈ പറയുന്ന ടെർമിനോളജി ഒക്കെ ആരുടെയാ? ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും. ഇതൊക്കെ ആരുടെയാ? നമുക്കറിയാവുന്നതാണല്ലോ. ഈ സമീപ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആരാണ്? സംഘപരിവാരമാണ്. അതിനെ പറ്റിയ കണ്ടന്റ് അദ്ദേഹം ഇത് ആവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. താങ്കൾക്കും അറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ തീവ്രവാദത്തിന്റെ പിന്നിലെ ഡാറ്റ എന്താണ്, പ്രീസിഡൻസ് എന്താണ്, വല്ല പശ്ചാത്തലപരമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നെങ്കിൽ പറയട്ടെ എന്നാണ്. പറഞ്ഞില്ലെങ്കിൽ എന്താ, ഇതിങ്ങനെ ഓടും. അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ അരുൺകുമാർ? അതെ, ഭൂരിപക്ഷം വർഗീയത നടത്തിയാലും ന്യൂനപക്ഷം വർഗീയത നടത്തിയാലും ചിട്ടയായി അത് ചൂണ്ടിക്കാണിക്കുകയും അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താനും തിരുത്തിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. അത് വർഗീയതയ്ക്ക് പകരം വർഗീയതയല്ല, തീവ്രവാദത്തിന് പകരം തീവ്രവാദമല്ല, മാനവികതയും മനുഷ്യ സ്നേഹമാണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇരുവിഭാഗം ആളുകളും ഞങ്ങളെ ആക്രമിക്കുന്നു. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകൾ സഹിതം വിശദീകരിച്ചു എന്നുള്ള പോയിന്റ് ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കും. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പൊ അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസ് അവിടെ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നുണ്ട് എന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചും സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചും ഹവാലയെക്കുറിച്ചും ഇത്രയും കൺസേൺഡ് ആയ ഒരു സർക്കാർ ഇതിന് മറുപടി പറയേണ്ട ഒരു കാര്യമല്ലേ? മലപ്പുറത്തെ ഡാൻസ് സ്റ്റാഫിനും പോലീസിനും മാത്രം കസ്റ്റംസ് പിടിക്കാത്ത സ്വർണത്തിന്റെ വഴി വളരെ കൃത്യമായി കിട്ടുന്നു. അവരാളുകളെ കൃത്യമായി ഫോളോ ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ആ സ്വർണത്തിന്റെ ഒരു ഭാഗം മുക്കുന്നു എന്നാണ് ആക്ഷേപം. ഇതെങ്ങനെയാണ് കസ്റ്റംസ് പിടിക്കാതിരിക്കുകയും പോലീസിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ധാരധാരയായ ആളുകൾ ഒഴുകി വരികയും ചെയ്യുന്നത്? അത് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ? അൻവർ ഉന്നയിച്ച ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിന്റെ സാഹചര്യങ്ങൾ പുറത്തു വരൂ. ഇപ്പൊ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ അൻവർ ഉന്നയിച്ച പരാതിയുടെ മെറിറ്റിലേക്ക് കടന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ ഓഫീസറാണ് DGP. ആ DGPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചയിച്ച് സമയബന്ധിതമായിട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് വരട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ അരുൺ. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുകയാണ് ഈ പരാതി ഉന്നയിച്ചയാൾ ഈ കള്ളക്കടത്ത് സംഘങ്ങളുടെ പ്രതിനിധിയാണ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും സംസാരിക്കുന്നത്. കള്ളക്കടത്ത് സംഘങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു, അതാണ് ഈ ആരോപണത്തിന് പിന്നിലെന്ന്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണ സംഘത്തിന് വേറെന്താ എഴുതി വെക്കാനുള്ള റിപ്പോർട്ടിൽ? ഇനി മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊണ്ട് വരാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ? മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി, ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി അല്ല അൻവർ സംസാരിച്ചത്, അൻവർ പറഞ്ഞത് ശരിയായിരുന്നു, ഈ ഡാൻസ് സ്റ്റാഫ് ഈ കസ്റ്റംസുമായി ചേർന്നുകൊണ്ട് അവിടെ വൻതോതിൽ സ്വർണം പൊട്ടിക്കുകയാണ് എന്നൊരു റിപ്പോർട്ട് ഇനി വരാനുള്ള ഒരു തുള്ളി സാധ്യതയുണ്ടോ? ഇനി CM പ്രഖ്യാപിച്ചല്ലോ ഈ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന്. അങ്ങനെയൊന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല. പത്രക്കാർ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഊഹിക്കാം എന്നാണ് പറഞ്ഞത്. ഊഹം വെച്ചുകൊണ്ടുള്ള വാർത്തകളാണല്ലോ പത്രക്കാർ അധികം പുറത്തുവിടുക. ഒറ്റ കാര്യം ഗൗരവമായിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹ കുറ്റം നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായി ഒരു MLA കോണ്ടാക്ട് ചെയ്ത് തെളിവ് ശേഖരിക്കേണ്ട ഒരു സാഹചര്യം ഒരാളും ഒരു MLAയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ 2 പ്രധാനപ്പെട്ട വീഡിയോ കാണിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഞങ്ങൾ എവിടെന്നാ കൊണ്ടുവന്ന്, എത്ര കൊണ്ടുവന്നു, അതിന്റെ അളവും മറ്റു കാര്യങ്ങളും MLAയോട് വിശദീകരിക്കുന്ന തരത്തിൽ അത്തരത്തിൽ ഒരാളും സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘവുമായി ബന്ധപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരാളെയും ചുമതലപ്പെടുത്തുന്ന സാഹചര്യമില്ല. അത്തരത്തിലുള്ള തെളിവുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും DGP അന്വേഷിച്ച ലോജിക്കും പ്രശ്നമൊക്കെ താങ്കൾക്കറിയാം. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, പോലീസിന്റെ കയ്യിൽ സ്കാനർ ഒന്നുമില്ല, വരുന്നത് ആരാണ് സ്വർണം കൊണ്ടുവരുന്നത് എന്നറിയാൻ കസ്റ്റംസിന്റെ കയ്യിൽ സ്കാനർ ഉണ്ട്. കസ്റ്റംസ് പിടിക്കാതിരിക്കുന്നു, പുറത്തേക്ക് ഇൻഫോ കൊടുക്കുന്നു, പോലീസ് കൃത്യമായി ഫോളോ ചെയ്ത് പിടിക്കുന്നു. ഒരു അസ്വാഭാവികത മലപ്പുറത്ത് തോന്നുന്നുണ്ടോ? ശ്രീ അരുൺകുമാർ, തങ്ങളുടെ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ.
അല്ല, ഈ പോലീസിന്റെ കയ്യിൽ സ്കാനർ ഇല്ല, വേണ്ടപ്പെട്ട ഉപകരണങ്ങൾ ഇല്ല എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. എന്റെ ബോധ്യമാണ്, ഉറപ്പാണ്. 100% അങ്ങനെ ഒരു സ്ക്രീനിങ് പോലീസ് എവിടെ നടത്തുന്നില്ല. അല്ല, അതെങ്ങനെ അല്ല, ലീഗ് പ്രതിനിധിക്ക് അതിലും ഉറപ്പാണ്. കരിപ്പൂർ സ്റ്റേഷൻ പരിധിക്കകത്തുള്ള അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാവരെയും പോലീസ് അവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ടോ? ഞാൻ കരിപ്പൂർ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളല്ലേ, അല്ല പോലീസ് സ്ക്രീൻ ചെയ്യുന്നുണ്ടോ എല്ലാരെയും? മിസ്റ്റർ, അതെല്ലാം എനിക്ക് നിശ്ചയമില്ല. അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിലാണ്. ആ റിപ്പോർട്ട് വരുന്നത് വരെ ആ കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. മുഖ്യമന്ത്രി പോലും ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല. അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്. കേരളത്തിലെ ഒന്നാമത്തെ പോലീസുകാരനാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഒന്നാമത്തെ പോലീസുകാരൻ അന്വേഷിക്കാൻ നവാസ്. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ പോലീസുകാരൻ ഷെയ്ഖ് ദർവേ സാഹിബ് അന്വേഷിക്കുകയാണ്. അതിന് മുകളിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട്. ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ ഭരണത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു എന്ന് പറയാൻ. ആ തള്ളിക്കളയുന്നു പറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ തൊട്ട് താഴെ, ആ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള ആഭ്യന്തര വകുപ്പിന് താഴെയുള്ള ആൾ അന്വേഷിക്കപ്പെടുന്നു. അതിന് തൊട്ട് താഴെ സൂപ്പർ DGP ഉണ്ട് അജിത് കുമാർ. അയാൾ അവിടെ തന്നെ അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യാണ്. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നല്ല അരുൺകുമാർ. ഈ അന്വേഷണത്തിൽ എന്താണ് വരാൻ പോകുന്നത്? ഇനി ഏറ്റവും കൂടുതൽ ഡിഫൻസ് വന്നാൽ, ഇത്ര വലിയ കോലാഹലം ഇവിടെ ഉണ്ടായതുകൊണ്ടും ഏറ്റവും വലിയ ഡിഫൻസ് വന്നാൽ കുറഞ്ഞ കാലത്തേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തിരിച്ചു കൊണ്ടുവരാം. അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു SP തന്നെ ഫോൺ വിളിച്ച്, മറ്റാരും അല്ലല്ലോ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് ഫോൺ വിളിച്ച് ഞങ്ങളുടെ ഈ പറയുന്ന ADGP അജിത് കുമാർ, അദ്ദേഹത്തിന് 2 വീടുണ്ടെന്നും അദ്ദേഹം പണം സമ്പാദിക്കുന്നത് അനധികൃതമായി സമ്പാദിക്കുന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്റെയും പേരിലാണ് എന്നും കൃത്യമായി ഫോണിൽ വിളിച്ച റെക്കോർഡിംഗ് ഇവിടെ ഗവൺമെന്റ് മുമ്പിലുണ്ടല്ലോ, ഈ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. നടപടി എടുക്കണമെങ്കിൽ, തെളിവുകളാണ് ആവശ്യമെങ്കിൽ SP പറഞ്ഞ ഫോൺ വിളിച്ചത് മഹാ അപരാധമായി പോയി എന്ന് വേദനിച്ച മുഖ്യമന്ത്രി നമ്മൾ SP-യുടെ മുമ്പിലുണ്ട്. റെക്കോർഡ് ചെയ്തത് മഹാ തെറ്റായി പോയി എന്നാണ് മുഖ്യമന്ത്രിയുടെ വേദന. ഇതൊക്കെ നിങ്ങൾ എത്ര ആരോപണം ഉന്നയിച്ചാലും ഇതിലും വലിയ കേസുകളൊക്കെ ഈ കേരളത്തിൽ ഉയർന്നു വന്നില്ലേ? എത്ര മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ഗവൺമെന്റ്? CBI, NIA, ED അതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ മാതൃകാപരമായി അവിടെയാണ് ഏതെല്ലാം കേന്ദ്ര ഏജൻസികൾ വന്നു, എന്തെല്ലാം വലിയ പുകിലുണ്ടാക്കിയിട്ട് ഈ രാജ്യവിരുദ്ധത തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അരുൺകുമാർ, ഇവിടെ NIA വന്നു, ഇത് മുഴുവൻ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കേരളം കേന്ദ്രീകരിച്ച് പണി നടക്കുകയാണ് എന്ന് രാജ്യമൊട്ടാകെ പ്രചരിപ്പിച്ചു. ഒന്നും കിട്ടിയില്ല. സംഘപരിവാറിന്റെ പോലീസിന് കിട്ടിയില്ല. അപ്പൊ പറയാണ് പിണറായി വിജയൻ ഇവിടെ മലപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനത്തെ ഇത് ഉപയോഗിക്കുന്നു. ഒരു ഡേറ്റയുടെ പിൻബലമില്ലാതെ ബാക്കി എല്ലാ കണക്കും നിരത്തി, ഹിന്ദുവിനോട് നിരത്തി, പത്രസമ്മേളനത്തിലും നിരത്തി, കിട്ടിയ സ്വർണ്ണം എത്ര, ഉരുക്കിയ സ്വർണ്ണം എത്ര, ഓരോരുത്തർക്കും കിട്ടുന്ന എത്രയാണ് എന്നൊക്കെ. പക്ഷേ ഈ തീവ്രവാദത്തിന്റെ ഡേറ്റ മാത്രമില്ല. എന്തുകൊണ്ടാണ് നിരത്താൻ പറ്റാത്തത്? അങ്ങനെ ഒരു സംഗതിയില്ല. അപ്പൊ സംഘപരിവാർ പറയുന്നത് പോലെ ഒരു പ്രത്യേകതരം ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വ്യാജമായ ഒന്ന്. എന്തിന്? ധ്രുവീകരണത്തിന്റെ ഇടയിലൂടെ രക്ഷപ്പെട്ട് കളയാം, അജിത് കുമാറിനെയും കെട്ടിപ്പിടിച്ചങ്ങനെ രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കുകയാണ് പിണറായി വിജയൻ. അത് മീഡിയ വണ്ണിന്റെ അഭിപ്രായം. അവസാനത്തെ താങ്കളുടെ 3 മിനിറ്റ് പ്രസംഗം മീഡിയ വണ്ണിന്റെ ഒഫീഷ്യൽ അഭിപ്രായമായിരിക്കാം. സംഘപരിവാർ ഇവിടെ വന്ന് രാഷ്ട്രീയം കളിച്ചതേ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ അങ്ങ് തകർക്കാനാ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരു, അത് അന്വേഷണം നടത്തി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയി. അത് വേറെ, ഇത് വേറെ. ഇവിടെ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരായി തന്നെയാണ്. ഇവിടെ നിങ്ങൾ എത്ര തവണ ചർച്ച നടത്തി? ഞാൻ തന്നെ എത്രയോ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടക്കെടുത്ത് ഓരോ ദിവസം ആരോപണം വരുന്നു. മുഖ്യമന്ത്രി ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ജലീലിനെ അറസ്റ്റ് ചെയ്യും, മറ്റു മന്ത്രിമാരെ. കേരളത്തിന്റെ ഒന്നാമത്തെ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പൊ നിങ്ങൾ ഇത് കുറെ നാളായില്ലേ കോൺഗ്രസ്സുകാർ തുടങ്ങിയിട്ട്, UDF-ന്റെ നേതാക്കന്മാർ തുടങ്ങിയിട്ട്. ശ്രീ K. മുരളീധരനെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്ത്. ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾക്ക് പിറകെ K. മുരളീധരൻ നിങ്ങളുടെ നേതാവല്ലേ? മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോ അതിനകത്തും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ തന്നെ അല്ലേ? അല്ല, അത് K. മുരളീധരൻ പറഞ്ഞ വാചകം താങ്കളുടെ മുന്നിലുണ്ടല്ലോ. എന്താ K. മുരളീധരൻ പറഞ്ഞ്? കോൺഗ്രസ്സുകാരിങ്ങനെ നുണപ്രചരണങ്ങളുടെ പുറകിൽ പോയിട്ട് കാര്യമില്ല, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ വലയത്തിന്റെ പുറകിൽ പോയിട്ട് കാര്യമില്ല.
താഴെ ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞ് കെ മുരളീധരന ആദ്യം UDF-ന്റെ സമുന്നതനായ നേതാവ്. മുരളീധരൻ പറഞ്ഞ ഏത് ഇഷ്യൂലാണ്, ഏത് കോണ്ടെക്സ്റ്റാണ്, പൂരത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ പൂരത്തിൽ നിങ്ങളുടെ അന്വേഷണം പറ്റില്ല, നിങ്ങൾ അട്ടിമറിക്കും, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് ഈ മുരളീധരന്റെ അഭിപ്രായം. വേറെ ഏതാണ് നിങ്ങൾ പറയുന്ന കോണ്ടെക്സ്റ്റ്? മനസ്സിലായില്ല. 86,965 വോട്ട് ഈ UDF തന്നെയാണ് BJPക്ക് കൊണ്ടുപോയി കൊടുത്തത്. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട്, ആ വോട്ട് എവിടെ പോയി എന്ന് കോൺഗ്രസ് തന്നെ അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും പറഞ്ഞിട്ടാണ് മുരളീധരൻ മറുപടി പറഞ്ഞത്. ഈ സാഹചര്യം ഒന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം മുരളീധരന്റെ കാര്യത്തിൽ നവാസ് മറുപടി പറയണം. പക്ഷെ അവിടെ VS സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു LDF നേതാവുണ്ട്, തോൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. അയാൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, കെ മുരളീധരൻ പറഞ്ഞത് ഒരു ഭാഗം മാത്രം അനിൽകുമാർ അയാൾ എന്നെ തോൽപ്പിച്ചു, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു, ആ പണിയെടുത്തവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു, റിപ്പോർട്ട് പൂഴ്ത്തുന്നു എന്ന അഭിപ്രായം ആർക്കാ ഉള്ളത്? ആ പൂഴ്ത്തുന്ന ആളെ ADGP പദവിയിൽ ഇപ്പോഴും പൂരത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് പൂരം റിപ്പോർട്ട് വേണം. ചോദ്യങ്ങൾക്ക് ഉത്തരം ഇത് നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് ചോദ്യം. നിങ്ങൾ സംഘപരിവാറിനെ സംരക്ഷിക്കുന്നു, സംഘപരിവാറിന്റെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു, സംഘപരിവാറുകൾ പ്രതികളാകുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തുന്നു, സംഘപരിവാറിന്റെ നരേറ്റീവിന്റെ മുഖ്യധാരയിൽ കയറി നിന്നുകൊണ്ട് അതിന്റെ പ്രചാരകരാകുന്നു. അതാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ ഡിബേറ്റിന് ഞാൻ കാണുന്ന വിഷയം അതാണ്. അത് മീഡിയ സുനിൽകുമാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുനിൽകുമാർ പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണം, അത് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇനി അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ബാക്കി ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞത്. അല്ല, ഇനി അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വരുമെന്ന് പറഞ്ഞല്ലോ എന്നാണ്. ഒരു മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് വരുമെന്ന് പറയാൻ സുനിൽകുമാറിനെ പോലത്തെ ഒരു മുതിർന്ന നേതാവ് 2 തവണ മാധ്യമങ്ങളെ കാണേണ്ടി വന്നില്ലേ? 2 തവണ മാധ്യമങ്ങളെ കാണേണ്ടി വന്നില്ലേ? CPI-യുടെ ബിനോയ് വിഷയം എത്ര തവണ പറഞ്ഞു? CPI-യുടെ മുഖപത്രം എത്ര തവണ ലേഖനം എഴുതി? എന്നിട്ട് നിങ്ങൾക്ക് പൂരം ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ സമന്വയിപ്പിച്ചോളാം. കെ മുരളീധരൻ പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി ഇവിടെ സംഘപരിവാർ കേരള ജനങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾ മാത്രം തീർത്തു പോയാൽ പോരാ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സംഘപരിവാറിന് ഒരു സീറ്റ് കൊടുത്തിട്ട് ഞങ്ങളെ മുന്നിൽ പ്രശ്നം ഞങ്ങൾ തർക്കിച്ച് ഞങ്ങൾ പരിഹരിച്ചു പറഞ്ഞു പോയാൽ പോരാ. മലയാളിക്ക് ബാധ്യതയുണ്ട്. മലയാളികളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന രീതിയിൽ CPM-ന് കേരളീയ ജനതയോട് അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അനിൽകുമാർ, നിങ്ങളത് പറയണം. സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് തന്നെയാണ് ഭരിക്കുന്നത്. നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായി ഇരിക്കും എന്ന് കെ മുരളീധരൻ പറഞ്ഞതിന്റെ മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ പറ. അത് കെ മുരളീധരൻ പറഞ്ഞതിന്റെ മറുപടിയൊക്കെ ഞങ്ങൾ പറയാം. വോട്ട് ചോർച്ചയല്ല, നമ്മുടെ മുമ്പിലുള്ള വളരെ കൃത്യമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പൂരം അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി. ഈ പറയുന്ന പാവം സുനിൽകുമാർ കിടന്ന് ബഹളം വെക്കേണ്ടി വന്നു അത് പുറത്തു വരാൻ. വന്നതിന് ശേഷം അത് അവരംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു ഡീറ്റെയിൽ എൻക്വയറി പ്രഖ്യാപിച്ചു. അതിന് CPI-യുടെ സമ്മർദ്ദം വേണ്ടി വന്നു. ഈ സർക്കാരിന്റെ കീഴിൽ ADGP അജിത് കുമാർ ഉണ്ടാവില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു. നിങ്ങളുടെ MV ഗോവിന്ദൻ പറയുന്നു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, എനിക്ക് അഭിപ്രായമില്ല എന്ന് വെച്ചാൽ അജിത് കുമാർ അവിടെ ഇരിക്കുമ്പോൾ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന തീവ്രവാദ വിരുദ്ധതയ്ക്ക് എന്ത് മൂല്യമുണ്ട്? അരുൺകുമാർ, നിങ്ങൾ എല്ലാത്തരം വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്നു. നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്നത് ആരെയാ? നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. ഇപ്പൊ നിങ്ങളുടെ ഈ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ആരാണ്? RSSന്റെ നിരന്തരമായി പോയി കൂടിക്കാഴ്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ. അയാളെ ചേർത്തണച്ച് പിടിച്ചിട്ട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് പറയാൻ ചില്ലറ ഉളുപ്പ് പോരാ എന്ന് ഞാൻ പറയുള്ളൂ. അത് ചോദിച്ചോട്ടെ, താങ്കളാണല്ലോ ചോദിക്കുന്നത്, UDF പ്രതിനിധി അല്ലല്ലോ. UDF പ്രതിനിധിയുടെ താങ്കൾ ചോദിച്ചു. സെൻകുമാർ എന്ന് പറയുന്ന ഒരു DGP-നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന, ഞാൻ പറയട്ടെ, അല്ല ചോദ്യം ഉത്തരവും താങ്കൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരു മര്യാദ താങ്കൾ ഇന്നത്തെ ചർച്ച കാണിച്ചിട്ടില്ല. മേലാൽ ഇത്തരം ചർച്ചയ്ക്ക് ഞാൻ വരണമെന്ന് ഞാൻ ആലോചിക്കാം. ഒറ്റ കാര്യം, TP സെൻകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു DGP-യെ UDF. അന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഇദ്ദേഹമൊക്കെ പോയി അങ്ങ് സംഘപരിവാറിന്റെ രൂപത്തിലേക്ക് പോയി എന്ന്. അന്ന് കോൺഗ്രസ് അത് സമ്മതിച്ചില്ല. കാര്യം മനസ്സിലാക്കിയത് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച് ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഒരു ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കും. വ്യാജം പറയാണ്, അർദ്ധ വ്യാജം പറയാണ്. ഒന്നാമത് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വേറെ കസേരയിലിരുത്താൻ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രശ്നമില്ല. അത് സർക്കാരിന്റെ പൊളിറ്റിക്കൽ വില്ലാണ്. അതാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിങ്ങൾ ചെയ്യില്ല, നിങ്ങൾ വേറെ അന്വേഷണ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂന്ന്. അതേ പറ്റൂ.
അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടേ നടപടി സ്വീകരിക്കുള്ളൂ എന്ന് എന്ന് വെച്ചാൽ RSSകാരെ കണ്ട് നിങ്ങൾക്ക് ഒരു കുറ്റമല്ല. RSSകാരെ കണ്ട് നിങ്ങൾക്ക് കുറ്റമല്ല. RSSകാരെ കണ്ട് നിങ്ങൾക്ക് കുറ്റമല്ല. അല്ല, അതെ, പത്രസമ്മേളനം നടത്തി ജനങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചോ? RSSകാരെ കണ്ട് നിങ്ങൾക്ക് പ്രശ്നമല്ല. അന്വേഷണ റിപ്പോർട്ട് ക്രിമിനൽ ആരോപണങ്ങളുടെ പേരിലാണ്. എന്റെ ചോദ്യം RSSകാരെ കണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല, ബിനോയ് വിശ്വത്തിനാണ്, നിങ്ങൾക്കല്ല. രാഷ്ട്രീയ പ്രശ്നവും ഗവൺമെന്റ് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എവിടെ മറുപടി പറഞ്ഞു? ക്രിമിനൽ ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് വേറെ കാര്യം. അത് ക്രിമിനൽ ആരോപണങ്ങൾ. RSSനെ കണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമാണോ? എല്ലാ സഖാക്കളോടും CPM-ന്റെ നേതൃത്വം പറയുന്നത് നിങ്ങൾ പോയി RSSകാരെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല എന്നാണോ? നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് ഇരിക്കുമ്പോൾ ചർച്ച നടത്ത്. അല്ലാതെ എന്റെ അഭിപ്രായം എന്നോട് ചോദ്യം ചോദിച്ചിട്ട് താങ്കൾ തന്നെ ഉത്തരം പറയാനാണെങ്കിൽ ആ എഡിറ്റോറിയൽ ബോർഡ് ഇരിക്കുമ്പോൾ ചർച്ച നടത്തിയാൽ നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ നിലപാട് കൃത്യമായി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകും. അതിശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. റിപ്പോർട്ട് വരുമ്പോൾ നടപടി സ്വീകരിക്കും. ഓക്കെ, ഈ എല്ലാത്തിനെയും കൂടെ കൃത്യമായി എന്ന വാക്ക് ചേർത്താൽ എല്ലാം കൃത്യമാവില്ല എന്ന് എനിക്ക് അരുൺകുമാറോട് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിത്തോടെ സംസാരിക്കേണ്ട ആളാണ്. അദ്ദേഹം ഇരിക്കുന്നത് സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ കസേരയിലാണ്. അത് ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യം. അദ്ദേഹം വിശദീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എനിവേ, താങ്ക് യു ശ്രീ അരുൺകുമാർ. താങ്കൾക്ക് ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഐ എം സോറി. പക്ഷേ ഇത് ഈ തരത്തിലുള്ള വിഷയമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ട്. താങ്കളുടെ വിമർശനം ഞാൻ എടുക്കുന്നു. പക്ഷേ താങ്കൾ ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൻസറബിൾ ആയ ആളാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ശരി, ഒരു മര്യാദകേട് മാത്രമാണ് ഈ ചർച്ചയിൽ കാണിച്ചത്. ശരി, ഞാൻ സമയം തരാതെ മറുപടി പറയാൻ അനുവദിക്കാതെ തികച്ച മര്യാദകേടാണ് കാണിച്ചത്. എന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഫൈൻ. താങ്ക് യു അരുൺകുമാർ. ഒപ്പം തന്നെ നവാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്